ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണിച്ചായിരുന്നു. അപ്പം ബാക്കി കുറച്ചും കൂടി ഉണ്ട് കാണിക്കാൻ വേണ്ടിയുള്ള. നമുക്കിന്ന് നൈസായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ബാക്കി സ്ഥലവും കണ്ട് നൈസായിട്ടൊന്ന് ജിമ്മിലും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, നമ്മുടെ യൂണിയുടെ എൻട്രി ആണിത്. ഇതാണ് ഷെപ്പേർഡ് ലൈബ്രറി ഞാൻ കാണിച്ചതുപോലെ. ഈ സൈഡിൽ നല്ല പാർക്കിംഗ് ഏരിയ ആണ്. ഈ 3 ഫ്ലോർ നമ്മുടെ ഷെപ്പേർഡ് ലൈബ്രറിയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് നേരെ കയറുന്നത് നമ്മുടെ ഷെപ്പേർഡ് ലൈബ്രറിയിലേക്കാണ്. അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ യൂണി ഹെൽപ്പ് വരുന്നത്. നമ്മളിവിടെ നിന്ന് കയറുന്ന നേരെ ഷെപ്പേർഡ് ലൈബ്രറിയിലേക്ക് കയറും. അത് നേരെ ലിഫ്റ്റ് കയറി വന്നിട്ട് ഇവിടെ നമുക്ക് ഈ സൈഡിൽ നമുക്ക് യൂണി ഹെൽപ്പ് കാണും. ഈ സൈഡിൽ നമുക്ക് നമ്മുടെ ഷെപ്പേർഡ് ലൈബ്രറിയിലേക്കുള്ള എൻട്രി. തൊട്ടപ്പുറം നമ്മുടെ ചെറിയൊരു കഫക്റ്റേരിയ പോലത്തെ ഏരിയയാണ്. ഇവിടെ പിന്നെ ഫുഡ് മേടിച്ച് കഴിക്കാം, കോഫി കുടിക്കാം. ഇത് നമ്മൾ നേരെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കുറേ പേര് വോളിബോൾ കളിക്കുന്നത് കാണാം. നമ്മുടെ ടേബിൾ ടെന്നീസ് കളിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈ MDX ഹോം. ഓക്കെ, ഇവിടെ നേരെ ഇങ്ങനെ പോയി കഴിയുമ്പം ഗൈസ് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഏരിയ, നല്ല ഏരിയാസ് ഉണ്ട് ഇവിടെയൊക്കെ. നമ്മുടെ യൂണിയുടെ ഒരു ബൈക്ക് ഏരിയ ആണത്. അത് അവിടെ നിന്നാണ് ഞാനൊന്ന് ഫോട്ടോ എടുത്തത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് എല്ലാവരും പറഞ്ഞ ഫോട്ടോ ഒക്കെ ഞങ്ങൾ കണ്ടു, നീ ആകെ അടിച്ചു പൊളിക്കായിരുന്നു ഗൈസ്. ശരിക്കും നമ്മുടെ യൂണിയുടെ സൈഡ് തന്നെയാണ് ഇത് മൊത്തം. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്നും അടുത്തും പോയിട്ടില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ അടിച്ചുപൊളിയൊന്നുമില്ല, ഇതെല്ലാം നമ്മുടെ യൂണിയിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതും യൂണിയുടെ അകത്തുള്ള നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല പാർക്കാണ്. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ ഞാൻ വന്ന് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. നീ വാടാ വന്ന് വീഡിയോ എടുത്തോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ അണ്ണൻ. പിന്നെ ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. MDXൻ്റെ അകമാണ്. നമുക്കൊരു ചെറിയ കോഫി ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫുള്ളിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. നമ്മൾ നമ്മുടെ ജിമ്മിലേക്ക് പോകുന്ന ഈ വഴിയാണ്. അപ്പോൾ അത് നമുക്കൊരു വാഷ്റൂം അവിടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പയ്യെ നമ്മുടെ ജിമ്മിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജിന് കിട്ടിയിരിക്കുന്ന ട്രോഫി കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ജിമ്മിലേക്കുള്ള വഴി. അപ്പോൾ ഇത് ലോക്കർ. നൈസായിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. നല്ല കണ്ണാടിയില്ലേ ഫേസ് അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ കണ്ണാടി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് എന്നെ ഒന്ന് ജിമ്മിൽ നിന്ന് ഇറക്കി വിട്ടായിരുന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാൻറ് ഇട്ടുകൊണ്ട് പോയി. ആക്ച്വലി ഇതൊരു ജീൻസ് വലിയ സ്ട്രെച്ചബിളാണ്, പക്ഷേ അവിടെ അത് അലോഡല്ലെന്ന് അവരെന്നോട് പറഞ്ഞു. മൈ ഗോഡ്, ഫസ്റ്റ് ഡേ തന്നെ എന്നെ ഇറക്കി വിട്ട് ഗൈസ്. പക്ഷെ സാരമില്ല, നമ്മൾ ഉടുപ്പൊക്കെ ഇന്നത് കൊണ്ട് കണ്ടപ്പോൾ നൈസായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. നൈസായിട്ട് അത് തീർന്നു. അങ്ങനെ നമ്മൾ നൈസായിട്ട് ഡ്രസ്സൊക്കെ മാറി ഒന്ന് അത്യാവശ്യം സെറ്റായി. നമ്മൾ നൈസായിട്ട് ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. ആക്ച്വലി ജിമ്മിൽ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നു, നിർത്തുന്നു. എനിക്ക് വർക്കൗട്ടൊന്നും കാണിച്ചു തരാൻ അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് പുഷപ്പ്, പുള്ളപ്പ്, ജസ്റ്റ് പിന്നെ ഫുൾ ബോഡി നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫുൾ ബോഡി ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുള്ളൂ. അപ്പം കുറച്ച് സാധനങ്ങൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ ജിം അവിടെ നമ്മുടെ കണ്ണാടി ഇതാണ് നമ്മുടെ ജിം യൂണിവേഴ്സിറ്റിയുടെ. നമ്മുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടും കട്ടിറങ്ങി. ഇപ്പം ചെറിയ രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഷേപ്പ് വരുന്നുണ്ട്, കുഴപ്പമില്ല, വ്യത്യാസം വന്ന് തുടങ്ങി. അപ്പം ഇന്നത്തെ നമ്മുടെ ജിം പരിപാടി കഴിഞ്ഞ് ഇനി നൈസായിട്ട് വീട്ടിൽ ചെല്ലുക, ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, ബാക്കി പരിപാടി ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മിനി വ്ളോഗ്. നമ്മൾ നൈസായിട്ട് ജിമ്മ് ചെറുതായിട്ട് കാണിച്ചു, കോളേജിൻ്റെ ബാക്കി കുറച്ച് ഭാഗം കാണിച്ചു. അതോടുകൂടി നമ്മുടെ മിനി വ്ളോഗ് തീർന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.